എന്തൊക്കെ കണക്കുകളാണല്ലേ പുറത്തു വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ക്യാപ്റ്റൻ പിണറായി വിജയൻ ഇതാ മുങ്ങിയിരിക്കുന്നു. ക്യാപ്റ്റനും കപ്പലും കൂട്ടത്തോടുകൂടി മുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കെ ശൈലജ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കോൺഗ്രസിന് വിജയ പ്രതീക്ഷ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് 100 മേനി മധുരം ഉണ്ടെങ്കിലും കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ഇല്ലാതെ കോൺഗ്രസ് നിയമസഭയിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം മുന്നിൽ വരുമ്പോൾ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകദേശം 800 വോട്ടുകൾക്ക് പിന്നിലെന്നത് വാർത്ത വരുമ്പോൾ മുഖ്യമന്ത്രി വെന്റിലേറ്ററിൽ കിടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് വ്യക്തമാവുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് പോലും ഒരു പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമെന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ധർമ്മടത്ത് ആദ്യ റൗണ്ട് എണ്ണുമ്പോഴാണ് മുഖ്യമന്ത്രി പിന്നിലേക്ക് പോകുന്നത്. പക്ഷെ ധർമ്മടത്ത് ഒരു റൗണ്ടിൽ മുഖ്യമന്ത്രി പിന്നിലേക്ക് പോകേണ്ട സാഹചര്യം ഉള്ള ഇടമല്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ധർമ്മടം എന്ന് പറയുന്നത്, ആദ്യ റൗണ്ട് എന്ന് പറയുന്നതും മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഇടമാണ്. അബ്ദുൾ റഷീദ് 733 വോട്ടുകൾക്ക് മുന്നിൽ എന്നത് തീർച്ചയായും നമുക്ക് അത്ഭുതത്തോടു കൂടി നോക്കേണ്ട സാഹചര്യമുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം ധർമ്മടത്ത് മുഖ്യമന്ത്രിയെ തോൽപ്പിച്ചുകൊണ്ടല്ലാതെ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ കാണിക്കേണ്ടത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നോക്കുകയാണെങ്കിൽ LDF 37, UDF 98, NDA 5 എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 1302 വോട്ടുകൾക്ക് നേമത്ത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ മുന്നിലേക്ക് കുതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പലയിടങ്ങളിലും കോന്നിയിലടക്കം വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. റാന്നിയിലാണ് നാരായണൻ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്തായാലും ധർമ്മടം എന്ന് പറയുന്നത് നോക്കുക, 5741 വോട്ടുകൾക്ക് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിന്നിലാണ് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഇത് എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ള ഒരു വാർത്ത നമ്മൾ വളരെ വിഷമത്തോടു കൂടി തന്നെ കേൾക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മുഖ്യമന്ത്രി ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? 2145 വോട്ടുകൾക്ക് മുന്നിലാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. തീർച്ചയായും ഈ വിജയങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഒരിക്കൽ പോലും വിജയിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് മുഖ്യമന്ത്രി ധർമ്മടത്ത് തോൽക്കുമെന്നുള്ളത്. LDFന് വലിയൊരു തോൽവി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പലതരത്തിലുള്ള പ്രവചനങ്ങൾ വന്നെങ്കിലും ധർമ്മടത്ത് മുഖ്യമന്ത്രി തലതൊടാതെ അല്ലെങ്കിൽ തറതൊടാതെ തോൽക്കുമെന്നുള്ളത് ഇതാ വീണ്ടും പ്രവചനങ്ങൾ ഏകദേശം ശരിയായി വരുന്നു. പ്രവചനങ്ങൾ പണ്ടേ പുച്ഛിച്ചു തള്ളിയ ഒരാളാണ് മുഖ്യമന്ത്രി. പക്ഷേ പ്രവചനങ്ങൾ കൃത്യമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് ശൈലജയായി മാറുമോ എന്നുള്ളതാണ്. ശൈലജയ്ക്കിട്ട് പണിവെക്കാൻ നോക്കി, നേരെ മറിച്ച് ശൈലജ പണി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതൊരിക്കൽ പോലും ഉണ്ടായില്ല. എന്തിന് മന്ത്രിസഭയിൽ പോലും ശൈലജ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. പിന്നീടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നോക്കുകയാണെങ്കിൽ ശൈലജ ഒരു പക്ഷേ വിജയിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ശൈലജ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു പ്രതിപക്ഷ നേതാവായുള്ള ഒരു ഉദയം ശൈലജയ്ക്ക് ഉണ്ടാകുമെന്ന സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമാകുന്നത്. അത് വളരെ പെട്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കെ ശൈലജ വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒന്ന് ഓടിച്ച VT ബൽറാം ഒക്കെ തന്നെ ജയം പ്രതീക്ഷ ഉണ്ട്. മറ്റൊരു ചാനലിലേക്ക് നോക്കുകയാണെങ്കിൽ LDF 43, UDF 93, NDA 4 എന്ന് ആയിരിക്കുകയാണ്. 5 എന്നുള്ളത് 4 മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കെ രാമചന്ദ്രൻ ഒക്കെ വിജയിക്കുന്ന സാഹചര്യമുണ്ട്. ഏകദേശം ഡസൻ കണക്കിന് മന്ത്രിമാർ അമ്പേ തോറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു. മാത്യു കുഴൽനാടനൊക്കെ ഉഗ്ര വിജയം ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ആദ്യ കണക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നത്. പിണറായി വിജയൻ പിന്നിലെന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒന്നായി മാറിയിരിക്കുന്നു. പിണറായി കട്ടയ്ക്ക് പുറത്താകുന്ന ഒരു സാഹചര്യം, കടക്ക് പുറത്ത് എന്ന് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോട്. പിണറായി വിജയൻ ഉൾപ്പെടെ ഒരു ധർമ്മടത്തൊക്കെ തന്നെ വലിയ വിജയ പ്രതീക്ഷ ലഭിക്കുമെന്നാണ്. അബ്ദുൾ റഷീദ് പോലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അദ്ദേഹം അവിടെ വിജയിക്കുമെന്നുള്ളത്. അബ്ദുൾ റഷീദൊക്കെ ധർമ്മടത്ത് പിണറായിയെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് UDFന് ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിയുടെ ഒരു ഉയർപ്പ് കൂടിയായിരിക്കാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ചരിത്ര മുഹൂർത്തം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് നമുക്ക് വ്യക്തമാകുന്നു. എന്തായാലും 99ലേക്ക് UDF 99 സെഞ്ചുറി അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാകുന്നു. മാറിമറിയുന്നുണ്ട്. നേരത്തെ NDA 4 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് 5ലേക്ക് NDA കടക്കുന്ന സാഹചര്യമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ വിജയിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും അട്ടിമറികളുടെ ഘോഷയാത്രയായി മാറിയിരിക്കുകയാണ്
വരികയാണ്. 95 സീറ്റുകളിൽ UDF ലീഡ് നില ഉയർത്തുമ്പോൾ 99 എന്ന കണക്കിലേക്ക് കൂടി കുതിച്ചു ചാടുമ്പോൾ അട്ടിമറി വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ തവണത്തെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഇവിടങ്ങളിലൊക്കെ തന്നെ ഈ ഒരു സമയത്ത് UDF 50 പോലും തൊടാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് UDF ഇപ്പോൾ 99 എന്നുള്ള ഒരു കണക്കിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. തീർച്ചയായിട്ടും ഈ LDF 46, UDF 55, NDA 3 എന്നൊക്കെയുള്ള കണക്കുകൾ പറയുന്നിടവും ഉണ്ട് എന്നുള്ളത് സാധ്യതയില്ല. TVK തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ TVK കിതയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ 1181 വോട്ടിന് CP ജോൺ മുന്നിൽ എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷിത പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമ്പേ തോറ്റ് പാടിയിരിക്കുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.